ഇതുപോലൊരു മീൻ പൊരിച്ചതുണ്ടെങ്കിൽ നമ്മൾ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കൂട്ടോ. അതിൻ്റെ കൂടെ വേറെ കൂട്ടാനോ കറികളോ ഒന്നും വേണ്ട. മാത്രമല്ല ഈ ഒരു മീൻ പൊരിച്ചതിൻ്റെ മസാല കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെറിയുള്ളി തന്നെയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെരും ജീരകം, അതായത് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുരുമുളക് അതുപോലെ തന്നെ പച്ചമല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ എരിവിനായിട്ട് ഇവിടെ പച്ചമുളകും കുരുമുളകൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാശ്മീരി മുളക് പൊടി എടുത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് പേസ്റ്റ് പോലൊന്ന് അരച്ചെടുക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മീൻ പൊരിച്ചെടുക്കുമ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശായിട്ട് എടുത്തിട്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു പേസ്റ്റിലേക്ക്, അതായത് ഒരു മസാലയിലേക്ക് കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ടൈമിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ മീനൊക്കെ നല്ലോണം കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കരിമീനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ലോണം കഴുകി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പൊന്നിങ്ങനെ ജസ്റ്റ് അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു മസാല പകുതി മാറ്റി വെക്കണം. പകുതി അതായത് ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഈ ഒരു മീനിലോട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു മീനൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മസാല തേച്ച് വെച്ച ആ ഒരു മീൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ മീനും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു മസാല ഉണ്ടല്ലോ, കുറച്ച് മസാല ഉണ്ടായിരുന്നു. ഇനി ആ ഒരു പാൻ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് വീണ്ടും കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഒരു മസാല ഞാൻ നേരത്തെ മാറ്റി വെക്കാൻ പറഞ്ഞിരുന്നില്ല, ആ ഒരു മസാല ഒരുപാട് ജസ്റ്റ് നേരം മൂപ്പിച്ചെടുക്കുക. ഒരുപാട് കരിപ്പിച്ചെടുക്കുകയും ചെയ്യാം. ഇതുപോലെ ഒന്നങ്ങ് മൂപ്പിച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ തിരിച്ചു വെച്ച ഒരു മീനും കൂടി വെച്ചെടുത്ത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് കുറച്ച് ഫ്രൈ ആക്കി എടുക്കുക. ഫ്രൈ ചെയ്ത ഒരു മസാലയൊക്കെ നല്ലോണം മീനിലേക്ക് പിടിക്കുന്ന രീതിയിൽ പൊരിച്ചെടുത്താൽ മാത്രം മതി. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മസാലയിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കും. ഒരു ഹോട്ടലുകളിലൊക്കെ ഇതുപോലെ ഇരിക്കും കേട്ടോ, മീനൊക്കെ പൊരിച്ചിട്ട് നമുക്ക് തരും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ.